ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ചോപ്സ് വയ്ക്കാൻ നോക്കാം. തൃശ്ശൂർ സ്റ്റൈൽ ഒരു അടിപൊളി മട്ടൻ ചോപ്സ്. അതിനാദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെക്കണം. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ധാരാളം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന നേരത്ത് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, വലിയ ജീരകം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതാവുന്നതും സ്റ്റാർട്ടിങ്ങിൽ ഫ്രൈ പാൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ മട്ടൻ കുക്കറിലാണ് വേവിക്കുന്നത് എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കുന്നതെല്ലാം ഫ്രൈ പാനിൽ ചെയ്യണം. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ കുക്കറിനെ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ മസാലയെല്ലാം ഇതിൽ ഫ്രൈ പാനിൽ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൽ ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്, മെഷർമെൻറ്റ് പറയാനാണെങ്കിൽ. ഇനിയിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണ ചേർത്ത് അടിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇത് ഓയിലിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പം പൊട്ടിത്തെറിക്കില്ല. ഇതിലിപ്പോൾ ഞാൻ അടിച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വളരെ കുറച്ച് 2 ടേബിൾ സ്പൂൺ അല്ലേ അടിച്ചെടുത്തത്. അതുകൊണ്ട് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടില്ല എനിക്ക്. നമ്മൾ കൂടുതലായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് അത് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ചോപ്സിന് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതുപോലെ ഈ കാണുന്ന കളർ പോലെ മൊരിയിച്ചെടുക്കണം. നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ ചെയ്യുന്ന കൂട്ട് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതേ കൂട്ട് തന്നെ ഇത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലത്തെ കളറാക്കി എടുക്കണം. ഈ ഒരു കളർ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചെറിയുള്ളി, അതായത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളിയുടെ അളവ് പറയാനാണെങ്കിൽ ഞാനിവിടെ എണ്ണിയിട്ടൊരു 10 ചുവന്നുള്ളി വലുത്, ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണം വരെ ആവാം 1/4 കിലോ മട്ടനിലേക്ക്. അപ്പോൾ ഒരു 10 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ല വഴറ്റണം എന്നേ ഉള്ളൂ, നമുക്ക് ഈ കളർ പോലെ ആക്കിയെടുക്കണം എന്നില്ല. ഇതുപോലെ നല്ലൊന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല കാപ്പി കളറായിട്ട് നമ്മുടെ ബിരിയാണിയിലേക്കൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന കൂട്ട് വറുത്തെടുക്കണം എന്നില്ല. ചുവന്നുള്ളി നല്ല ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നല്ല ഇതിലൊന്ന് ചേർത്ത് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പം ഇതിന് പിന്നാലെ തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സാദാ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറി നല്ല റെഡ് കളറായിട്ടാണ് നമുക്ക് വേണ്ടത്. നല്ല റെഡ് കളറുള്ള മട്ടൻ ചോപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ്. പിന്നെ ഇതിന് അത്യാവശ്യം എരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണോളം സാദാ നമ്മുടെ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർന്ന് നല്ലോണം നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഈ മുളകും പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. നല്ല ആ പച്ചക്കുത്ത് കാശ്മീരി ചില്ലി നല്ല മൊരിയിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം മാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലോണം മൊരിയിച്ചെടുക്കണം. ഏകദേശം മുളക് പൊടി ഒന്ന് മൂത്ത് വന്ന് തുടങ്ങി എന്ന് കാണുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ അളവ് എന്ന് പറയാനാണെങ്കിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മല്ലിപ്പൊടിയും നമ്മൾ കരിയാതെ പാകം തെറ്റിപ്പോകരുത്, മുളകിൻ്റെയും മല്ലിയുടെയും. അപ്പോൾ മട്ടൻ ചോപ്സിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ മല്ലിപ്പൊടിയും ഈ മുളക് പൊടിയും എല്ലാം ചേർത്ത് നമുക്ക് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മട്ടൻ ചോപ്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ മുളക് മൂപ്പിക്കുന്നതാണ് മട്ടൻ ചോപ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. ഇതിൽ നമ്മുടെ മുളകിൻ്റെ മൂപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ മട്ടൻ ചോപ്സിൻ്റെ ടേസ്റ്റ് വരെ മാറിപ്പോവും, കളറും മാറിപ്പോവും. ഇത് എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ, നമ്മുടെ അത്യാവശ്യം നെയ്യുള്ള മട്ടൻ എടുക്കുകയാണ് നല്ലത്. നല്ല മട്ടൻ ഒരു 1/4 കിലോത്തോളം മട്ടൻ നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മട്ടൻ ചേർത്ത് കൊടുത്തതിന് ശേഷം
നമ്മൾ ഈ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഈ മട്ടനും ഒരു 5-10 മിനിറ്റോളം ചെറുതീയിൽ വെച്ചിട്ട് ഈ മുളകൊക്കെ ഇതിലേക്ക് നല്ലോണം പിടിക്കാനായിട്ട് നല്ലോണം പുരട്ടിയെടുക്കണം. അതായത് ഒരു 5-10 മിനിറ്റോളം ഈ ഫ്രൈ പാനിൽ തന്നെ ഇട്ട് മൊരിച്ചെടുക്കണം. ഈ മുളകെല്ലാം ചേർത്ത് ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള സൗകര്യം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കുക്കറിലേക്ക് ഇളക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കുക്കറിൽ ഇതുപോലെ മൊരിച്ചെടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് അടിക്ക് പിടിക്കും. അപ്പോൾ നമുക്ക് വൃത്തിക്ക് ഇതേപോലെ മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറിൽ ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാൻ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല നമ്മുടെ മുളകെല്ലാം ഞാൻ മട്ടനിൽ ഒരു 5-10 മിനിറ്റത്തോളം ഗ്യാസ്മേ വെച്ച് ചൂടാക്കിയപ്പം ആ മുളകെല്ലാം ഇതിലേക്ക് നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 5-10 മിനിറ്റോളം ഇങ്ങനെ ഗ്യാസ്മേ വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് പിന്നാലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗരം മസാല. എൻ്റെ ഗരം മസാല ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഞാനിവിടെ എങ്ങനെ ഗരം മസാല തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഒരു അടിപൊളി ചിക്കൻ കറി, അതായത് ചിക്കൻ മപ്പാസ് വയ്ക്കുന്നതിൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം മുളകും പിന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തക്കാളി, നല്ല പഴുത്ത ഒരു ടൊമാറ്റോ, അതാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം ചെറുത്, ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ അളവ് മതിയാവും. പിന്നെ നല്ല പഴുത്തിരിക്കുന്നതാണെങ്കിൽ 2 എണ്ണം വരെ ആവാം ചെറുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുളി അധികമായി കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ ചോപ്സിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ ഇതേ ഇപ്പോൾ ഞാൻ ഈ മിക്സിയിൽ അടിച്ചെടുത്തേക്കാണ് ടൊമാറ്റോ. ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ടൊമാറ്റോ ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. ചെറിയ ചെറിയ പീസ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നല്ലോണം അടിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ ഈ മട്ടൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ നമ്മുടെ ആ മട്ടൻ ഫ്രൈ പാനിൽ നിന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ മട്ടൻ വേവിച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ആ മട്ടൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള ഈ മട്ടനിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോയുടെ ആ പേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം നമുക്കിത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതിലിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചാറായിട്ടല്ല അധികം ഉണ്ടാവുക. നമ്മൾ പെരളനൊക്കെ ഉണ്ടാക്കുന്ന കൂട്ട് ഇങ്ങനെ ഗ്രേവി അതിന്മേ പെരണ്ടിരിക്കും. അങ്ങനെയാണ് ഈ മട്ടൻ ചോപ്സ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ദേ ഞാൻ ആ മട്ടനിലേക്ക് ആ ടൊമാറ്റോയുടെ ഇത് ചേർത്ത് കൊടുത്തപ്പോൾ കളറ് ഒരു തനി റെഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റവിൽ നിന്ന് ഇറക്കണ നേരമാകുമ്പോഴത്തേനും കളർ ഇതിൻ്റെ നല്ലോണം ഡിഫറെൻറ്റ് വരും. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വിസിലൊക്കെ നിങ്ങൾ ക്രമീകരിക്കുക. ചിലവർക്ക് മട്ടനിലെ ഈ കുക്കറിൽ എനിക്ക് ഒരു 4 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേനും മട്ടൻ്റെ വേവ് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് മട്ടൻ്റെ വേവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതേപ്പോൾ നമ്മുടെ കുക്കറിൽ ഞാൻ 4 വിസിൽ അടിച്ചു കഴിഞ്ഞു. നമ്മുടെ മട്ടൻ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി മട്ടൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പം ഫൈനലി ഞാനിതിലേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തരി, അതായത് 1/4 ടീസ്പൂണോളം വരും, എന്നാൽ 1/4 ടീസ്പൂണിലും കൂടുതലില്ല, പഞ്ചസാര, ഒരു തരി പഞ്ചസാര അവസാനം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ആയി കിട്ടും. അല്ലെങ്കിൽ ഒരു മുളകിൻ്റെ ഒരു കുത്തുപോലെ ഏതൊരു. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചിത്രൂസ് റെസിപ്പീസ്.